ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഒരു ബിസിനസ്സായി കാണാനും അതിനെ നല്ല ഒരു രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനുമായിട്ട് എന്നെ പേഴ്സണലി സഹായിച്ച ഒരു പുസ്തകമാണ് 0 to 1. സോ നിങ്ങളും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അല്ല എങ്കിൽ ബിസിനസ്സിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ എങ്ങനെ ഒരു ബിസിനസ് ലെവലിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലോ അല്ല എങ്കിൽ കരിയറിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാമെന്ന് തീർത്തും ഒരു ഐഡിയ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പുസ്തകം തീർച്ചയായും വായിച്ചിരിക്കണം. കാരണം ഈ ഒരു പുസ്തകം ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് തന്ന അറിവുകളും ഉണ്ടാക്കിയ ഇമ്പാക്റ്റും എന്നുള്ളത് വലുതായിരുന്നു. പക്ഷെ എവിടെയാണെങ്കിലും ഈ ഒരു പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി നമ്മളെ ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ഈ ഒരു പുസ്തകത്തിന്റെ 2 മണിക്കൂർ ദൈർഘ്യം വരുന്ന സമ്മറി എക്സ്പ്ലനേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായും പർച്ചേസ് ചെയ്ത് കേട്ട് നോക്കുക. ചിലപ്പോൾ ജീവിതത്തിൽ വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് തന്നെ സംഭവിച്ചേക്കാം. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അമേരിക്കക്കാരൻ ആഴ്ചയിൽ 6 കപ്പ് ഷുഗർ കഴിക്കുന്നുണ്ട്. അതായത് 152 പൗണ്ടോളം ഷുഗറാണ് അയാൾ വർഷത്തിൽ കഴിക്കുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെ ഷുഗർ കണ്ടന്റ് ഉണ്ട് എന്നതാണ്. ഈ കാരണം കൊണ്ട് തന്നെ ഷുഗർ അഡിക്ഷൻ എന്നത് വളരെയധികം കോമൺ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. എന്നാൽ ക്വിറ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നാവുന്നൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ഷുഗർ ഇൻടേക്ക് ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാടധികം ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് യു വിൽ കട്ട് ക്രേവിങ്സ്. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങൾ അഡിക്റ്റീവായി തോന്നുകയും അവ കാരണം നല്ല ഡോപ്പമിൻ സ്പൈക്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്വീറ്റ്സും സ്നാക്സും ഒക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നതും കൂടുതൽ സ്വീറ്റ് ടൂത്തുള്ള ആളുകൾക്ക് ഭക്ഷണത്തിനെ ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാതെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഷുഗർ ഹാബിറ്റ്സ് ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഷുഗർ ക്രേവിങ്സ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് ക്ലിയർ കോംപ്ലക്ഷൻ. പലപ്പോഴും പ്രോസസ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാവുകയും ഇത് കാരണം ഒരുപാടധികം ഇൻഫ്ലമേഷൻ സ്കിന്നിൽ സംഭവിക്കുകയും ആക്നിയും ഔട്ട് ബ്രേക്സും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. എന്നാൽ ഇതേ സമയം നമ്മൾ ഷുഗർ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ കൊളാജൻ ഇൻക്രീസ് ആവുകയും ഈ കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്ലിയർ കോംപ്ലക്ഷൻ ലഭിക്കുകയും ക്ലിയർ സ്കിന്നായിട്ട് നമ്മുടെ സ്കിന്ന് ട്രാൻസ്ഫോം ആവുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് യു വിൽ സ്ലീപ്പ് ബെറ്റർ. ഷുഗർ ഇൻടേക്ക് കുറയുന്നതോടെ നമ്മുടെ ശരീരത്തിൻ്റെ സ്ലീപ്പ് പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് നടക്കുമെന്നല്ല, എന്നാൽ ആഴ്ചകൾ കഴിയും തോറും നമുക്ക് കൂടുതൽ ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാൻ തുടങ്ങും. മാത്രമല്ല ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൽ നിന്നും ഇടയ്ക്കിടെ എഴുന്നേറ്റ് സ്നാക്സൊക്കെ കഴിക്കാൻ നമുക്ക് തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. എന്നാൽ ഷുഗർ ക്രേവിങ്സ് ക്വിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത്തരത്തിലുള്ള ടെൻഡൻസി ഉണ്ടാകുന്നില്ല. മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ സ്ലീപ്പ് ക്വാളിറ്റി നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു. നാലാമത്തേത് വെയിറ്റ് ലോസ്. നമ്മൾ ഷുഗർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസുലിൻ ലെവൽസ് വർദ്ധിക്കുകയും ഇത് കാരണം നമ്മുടെ മെറ്റാബോളിസം നല്ല രീതിയിൽ എഫക്റ്റ് ആവുകയും ചെയ്യുന്നു. മെറ്റാബോളിസം റേറ്റ് കുറയുന്നതോടെ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെ അളവ് വർദ്ധിക്കുകയും നമ്മുടെ ഓർഗൻസിൻ്റെ അടുത്തും ബെല്ലിയിലുമൊക്കെ ഒരുപാടധികം ഫാറ്റ് അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. അതേസമയം നമ്മൾ ഷുഗർ ക്വിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെറ്റാബോളിസം റേറ്റ് വർദ്ധിക്കുകയും ഇത് കാരണം നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത് റെഡ്യൂസ്ഡ് ബ്ലഡ് പ്രഷർ ലെവൽസ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ വർദ്ധിക്കുന്നതോടെ ബ്ലഡ് പ്രഷറും വർദ്ധിക്കുന്നുണ്ട്. ഇത് കാരണം കിഡ്നി ഹാർട്ട് കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും റിലേറ്റഡ് ആണ് എന്ന കാര്യം. അതുകൊണ്ട് ഷുഗർ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെയും കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർട്ട് കോംപ്ലിക്കേഷൻസും കിഡ്നി കോംപ്ലിക്കേഷൻസൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കുന്നു. ആറാമത്തേത് ലോവേഴ്സ് ബ്ലഡ് ഡയബറ്റീസ് റിസ്ക്. പലപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള പ്രധാന കാരണം ഹൈ ഷുഗർ ഇൻടേക്കും ഷുഗർ കൺസംഷനും കാരണമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാടധികം ഷുഗർ ലെവൽ ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ഹോർമോൺ ലെസ് സെൻസിറ്റീവ് ആവുകയും ഇത് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഷുഗർ ഇൻടേക്ക് കുറക്കുന്നതോടുകൂടി നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിരിക്കാൻ സാധിക്കുകയും ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ റിസ്ക് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഏഴാമത്തേത് യു വോണ്ട് ഗെറ്റ് സിക്ക് ആസ് ഓഫൻ. ഷുഗർ കൺസംഷൻ കൂടുന്നത് കാരണം ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ആവുകയും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോപ്പറായി ഫങ്ഷൻ ആവാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നു. ഇത് കാരണമാണ് പലപ്പോഴും ആളുകൾക്ക് കോൾഡും ഫ്ലൂ ഒക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യത. നമ്മൾ എക്സസീവായിട്ട് ഷുഗർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിന്
ബാക്ടീരിയയുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ശേഷിയെ തന്നെ അത് വളരെ മോശമായി ബാധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം താറുമാറാവാനുള്ള കാരണം ഷുഗർ ഇൻടേക്ക് കാരണമാണ്. നമ്മൾ ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയെ കൂടുതൽ ഇമ്മ്യൂണാക്കാൻ സാധിക്കുകയും ഇത്തരത്തിലുള്ള ചെറിയ അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു. എട്ടാമത്തേത് ഇംപ്രൂവ്ഡ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് മൂഡ്. പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിന് കാരണം ഷുഗർ ഇൻടേക്ക് അല്ല, പക്ഷെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്ട്രെസ്ഫുള്ളായിരിക്കുന്ന സമയത്ത് അതിനെ കോപ്പിത്ത് ചെയ്യാൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കാരണമായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലുള്ള BDNF എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ലെവൽ സപ്രസ് ചെയ്യാനായിട്ട് ഷുഗർ ഇൻടേക്കിന് സാധിക്കും. ഇത് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളെ വളരെ സാരമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് ഷുഗർ കൺസംഷൻ പരമാവധി കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനും സാധിക്കുന്നു. ഒൻപതാമത്തേത് ബെറ്റർ എനർജി ലെവൽസ്. നമ്മൾ ഷുഗറിയായിട്ട് എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷർ സ്പൈക്സ് ഉണ്ടാവുകയും ഇത് കാരണം തന്നെ നല്ല ഒരു മൂഡ് അലേർട്ട്നെസ്സും ഒക്കെ ബൂസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റിലീസ് ആവുന്നതോടുകൂടി തന്നെ ഇതെല്ലാം ഷോർട്ടായിട്ട് കുറയാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണം നമ്മുടെ ബോഡി നല്ല ഷേക്കി ആവാനും വീക്ക് ആവാനും നമുക്ക് ഹംഗ്രി ആയിട്ട് ഫീൽ ചെയ്യാനും ഈവൻ നമ്മൾ മൂഡി ആയി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഷുഗർ ഇൻടേക്ക് കുറച്ച് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് കാരണം നമുക്ക് മച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാനും സാധിക്കുന്നു. പത്താമത്തേത് ലോവർ ഹാർട്ട് അറ്റാക്ക് റിസ്ക്. പലപ്പോഴും ഹാർട്ട് ഡിസീസസും ഹാർട്ട് അറ്റാക്സും ഒക്കെ വർദ്ധിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിലേക്ക് ഓക്സിജൻ റിച്ച് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആർട്ടറീസ് ബ്ലോക്ക് ആവുകയും ഇത് കാരണം ബ്ലഡ് ഹാർട്ടിലെത്താനുള്ള ചാൻസസ് കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ഷുഗർ ഇൻടേക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ചാൻസസ് വളരെയധികം വർദ്ധിക്കുകയാണ്. അതേസമയം നമ്മൾ ഷുഗർ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് റിസ്ക് നല്ല രീതിയിൽ തന്നെ ലോവർ ചെയ്യാവുന്നതുമാണ്. 11ാമത്തേത് പ്രിവെൻറ്റ് ഫാറ്റി ലിവർ ഡിസീസ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. എന്നാൽ ലിവറിൽ ഒരുപാടധികം ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവുന്നത്. നമ്മുടെ ലിവറിൽ ഇത്തരത്തിൽ എക്സ്ട്രാ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ ലിവർ ഡാമേജ് ആയി പോവുകയും അത് കാരണം തന്നെ നമ്മുടെ ബ്ലഡ് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്യുന്നു. മാത്രമല്ല ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് ഡയബറ്റീസിനും ഹാർട്ട് അറ്റാക്സിനും ക്യാൻസറിനും വരെ കാരണമാകാവുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഫാക്ടറാണ്. എന്നാൽ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ഈ കണ്ടീഷനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ലോ ഷുഗർ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ ഡിസീസ് പോലുള്ള കണ്ടീഷനിൽ നിന്നും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. 12ാമത്തേത് ബെറ്റർ ടീത്ത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഷുഗറി ആയിട്ടുള്ള സർഫസ് കാരണമാണ് പലപ്പോഴും അത് നമ്മുടെ പല്ലുകളിൽ പറ്റിപ്പിടിക്കുകയും ഇത് കാരണം അവിടെ പ്ലേക്ക് രൂപപ്പെടുകയും ഇത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ തന്നെ ഈറ്റവേ ചെയ്ത് നമ്മുടെ പല്ലിൽ ക്യാവിറ്റീസും ഗം ഡിസീസസും ഒക്കെ കാരണമാവുകയും ചെയ്യുന്നു. മാത്രമല്ല ഷുഗറി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സലൈവ കൂടുതൽ ഗ്ലൂക്കോസ് കോണ്ടൻറ്റ് വർദ്ധിക്കുകയും ഈ കാരണം കൊണ്ട് തന്നെ ഓറൽ ബാക്ടീരിയൽ ഗ്രോത്ത് അവിടെ കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഷുഗർ ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം റിസൾട്ട്സ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ടീത്തിലായിരിക്കും. 13ാമത്തേത് യു വിൽ ഹാവ് എ ഷാർപ്പർ ബ്രെയിൻ. നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ മാത്രമല്ല നമ്മുടെ ബ്രെയിൻ പവറിനെ പോലും വാഷ് ഔട്ട് ചെയ്യാനുള്ള പവറുള്ളൊരു സാധനമാണ് ഷുഗർ എന്ന് പറയുന്നത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹൈ ലെവലിൽ ഷുഗർ ഇൻടേക്ക് ചെയ്യുന്ന ഒരാളുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസിൻ്റെ സ്ട്രക്ചർ വരെ ആൾട്ടർ ആവാൻ സാധ്യതയുണ്ട്. ഹിപ്പോ ക്യാമ്പസിലാണ് നമ്മുടെ മെമ്മറീസ് എല്ലാം സ്റ്റോർ ആയി കിടക്കുന്നത്. ഹിപ്പോ ക്യാമ്പസിൻ്റെ സ്ട്രക്ചറിൽ ഒരു ആൾട്ടറേഷൻ എന്ന് പറയുന്നത് ഡിമെൻഷ്യയ്ക്ക് വരെ കാരണമാവാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ബ്ലഡ് ഷുഗറും ഡിമെൻഷ്യയും തമ്മിലൊരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടെന്ന് റിസർച്ചേഴ്സ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല അമിതമായ അളവിലുള്ള ഷുഗർ കൺസംഷൻ കാരണം ഹൈ റിസ്ക് ഓഫ് അൽസൈമേഴ്സും ഉണ്ടാവുന്നുണ്ട്. 14ാമത്തേത് ബെറ്റർ ഗട്ട് ഹെൽത്ത്. നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൺസംഷൻ വളരെ അധികമാവുകയാണെങ്കിൽ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ വർദ്ധിക്കുകയും നേരെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് ഈ ബ്ലഡ് ഷുഗർ പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കാരണം നമ്മുടെ ബവൽ ബാക്ടീരിയയുടെ സ്ട്രെങ്സ് വർദ്ധിക്കുകയും നമുക്ക് അബ്ഡോമിനൽ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കാരണം ഇൻറ്റെസ്റ്റിനൽ പാരസൈറ്റ്സ്, ഹാംഫുൾ ബാക്ടീരിയ, കാൻഡിഡ അതുപോലെ ലീക്കി ഗട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. 15ാമത്തേത് യു വിൽ ഫീൽ ലെസ് ഹംഗ്രി. ഹൈ ഷുഗർ കോണ്ടൻ്റ് ഉള്ള പ്രോഡക്ട്സിൽ പൊതുവെ പ്രോട്ടീൻസും അതർ ന്യൂട്രിയൻസും ഒക്കെ കുറവായിരിക്കും. ഇത് കാരണം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ബോഡിക്ക് ന്യൂട്രീഷണൽ വാല്യൂ നൽകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുകയും നമുക്ക് വിശപ്പ് വളരെ അമിതമായി തോന്നുകയും ഇത് കാരണം എക്സസ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള എക്സസ് വെയിറ്റ് ഗെയിൻ വളരെ അൺഹെൽത്തിയും അതുപോലെ തന്നെ ഒരുപാടധികം അസുഖങ്ങൾക്ക് വഴിവെക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഷുഗർ
ഹാബിറ്റ്സ് ക്വിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സീരിയസ് കണ്ടീഷനിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നു. സോ ഷുഗർ ഇൻടേക്ക് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് വളരെയധികം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് എന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നു. സോ പരമാവധി ഷുഗർ നമ്മുടെ ലൈഫിൽ നിന്നും കട്ട് ഷോർട്ട് ചെയ്യാനും ക്വിറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഇത് സാധ്യമാവുമെന്നല്ല, എങ്കിലും പരമാവധി ഷുഗർ ഇൻടേക്ക് കുറച്ച് നമ്മുടെ ബോഡിയെ കൂടുതൽ ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ടും കൂടുതൽ സ്ട്രൈവിംഗ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക.